നമസ്കാരം സുഹൃത്തുക്കളെ, എൽറോക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പേഴ്സണൽ ഫിനാൻസ് ബുക്കിലൊന്നായ റിച്ച് ഡാഡും പുവർ ഡാഡുമാണ്. റോബർട്ട് ടി കിയോസാക്കി എഴുതിയ ഈ പുസ്തകം 1997 പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഇന്ന് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഫിനാൻസ് ചിന്തയെ തന്നെ മാറ്റിമറിച്ച ഒരു ക്ലാസിക് ബുക്കാണ് ഇത്. നമുക്ക് നമ്മുടെ ഓഥറിനെ ആദ്യമായി പരിചയപ്പെടാം. റോബർട്ട് കിയോസാക്കി ഹവായിൽ ജനിച്ച ഒരു അമേരിക്കൻ എഴുത്തുകാരനും ബിസിനസ്സുകാരനും ആയിരുന്നു. ഇദ്ദേഹത്തിന് 2 അച്ഛന്മാരുണ്ടായിരുന്നു, റിച്ച് ഡാഡും മറ്റൊന്ന് പുവർ ഡാഡും. റിച്ച് ഡാഡ് ബെസ്റ്റ് ഫ്രണ്ടും മൈക്കിന്റെ പിതാവുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഹവായിലെ അന്നത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്നു. പുവർ ഡാഡ് അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. PhD ഉണ്ടായിരുന്നിട്ടും എപ്പോഴും ധനകഷ്ടത്തിലായിരുന്നു. കിയോസാക്കി 9-ാം വയസ്സ് മുതൽ ഈ 2 അച്ഛന്മാരുടെയും ഉപദേശം കേട്ടു വളർന്നു. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഫിലോസഫിയുടെ അടിത്തറയായി. പിന്നീട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു, ബിസിനസ്സുകൾ തുടങ്ങി, പണക്കാരനായി. പിന്നീട് പലതവണ പണം നഷ്ടപ്പെടുത്തി, പഠിച്ചു, വീണ്ടും വിജയിച്ചു. ഈ ബുക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫിനാൻഷ്യൽ ഫെയറി ടെയിലാണ്. ഈ ബുക്കിന്റെ യഥാർത്ഥ ആശയങ്ങളിലേക്ക് നമുക്ക് നീങ്ങിയാലോ? ഒന്നാമതായി പറയുന്നത്, റിച്ച് ആളുകൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല. റിച്ച് ഡാഡിന്റെ ഏറ്റവും വലിയ പാഠം, പണത്തിനു വേണ്ടി നിങ്ങൾ ജോലി ചെയ്യരുത്, പണം നിനക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക. പുവർ ഡാഡ് എപ്പോഴും പറയുമായിരുന്നു, നല്ല ഗ്രേഡ് വാങ്ങി സുരക്ഷിതമായ ജോലി തിരഞ്ഞെടുക്കുക. പക്ഷേ റിച്ച് ഡാഡ് പറഞ്ഞത്, ജോലി ഒരു ട്രാപ്പാണ്. നീ ജോലി ചെയ്യുന്നത് നിന്റെ ബോസിനും ഗവൺമെന്റിനും വേണ്ടിയാണ്. ആളുകൾ ഫിയറും ഗ്രീഡും കാരണം ജോലിയുടെ പിന്നാലെ ഓടുന്നു. ശമ്പളം കിട്ടുമ്പോൾ ബില്ലുകൾ അടയ്ക്കുക, പുതിയ കാർ വാങ്ങുക, പുതിയ വീട് വാങ്ങുക. ഇതൊരു റാറ്റ് റേസ് ആണ്. അടുത്തതായി പറയുന്നത്, ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ പ്രധാനം. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അസറ്റ് അഥവാ ആസ്തി എന്നാൽ എന്ത്? നിന്റെ പോക്കറ്റിലേക്ക് വരുന്ന പണമല്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് റെന്റൽ, ബിസിനസ്, റോയാലിറ്റി, ഷെയറുകൾ, ഇവയെല്ലാം നിന്റെ ആസ്തിയാണ്. ലയബിലിറ്റി എന്നാൽ എന്ത്? നിന്റെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പണമല്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്വന്തം വീട്, പലിശ, മെയിൻ്റെനൻസ്, ലക്ഷറി കാർ, ക്രെഡിറ്റ് കാർഡ് ബാലൻസ്, ഇവയെല്ലാം നിന്റെ ലയബിലിറ്റിയാണ്. റിച്ച് ആളുകൾ ആസ്തികൾ വാങ്ങുന്നു, പുവർ ആളുകൾ ലയബിലിറ്റിയെ ആസ്തികളായി കാണുന്നു. അടുത്തതായി പറയുന്നത്, മൈൻഡ് ഓൺ യുവർ ബിസിനസ്. നിന്റെ സ്വന്തം ബിസിനസ് ശ്രദ്ധിക്കുക. ജോബ് ബിസിനസ് അല്ല. നിന്റെ സ്വന്തം ബിസിനസ് നിന്നെ ആസ്തികളോളം വളർത്തുന്നതാണ്. അടുത്തതായി പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ ശക്തി, ടാക്സ് നിയമങ്ങൾ ഉപയോഗിക്കൽ, പണം സൃഷ്ടിക്കൽ, സ്കില്ലുകൾ പഠിക്കൽ എന്നിവയെല്ലാം വിശദമായി ഈ ബുക്കിലുണ്ട്. ഭയം മറികടക്കുക, അവസരങ്ങൾ കാണുക തുടങ്ങി ചെറുതായി മുന്നോട്ട് പോവുക എന്നിവ പ്രധാനം. സുഹൃത്തുക്കളെ, അവസാനമായി നമുക്ക് പറയാനുള്ളത്, ഈ ബുക്ക് നമ്മോട് പറയുന്നത് നിന്റെ മനസ്സാണ് ഏറ്റവും വലിയ ആസ്തി. ഫിനാൻഷ്യൽ വിജ്ഞാനം നേടുക, ആസ്തികൾ ക്രിയേറ്റ് ചെയ്യുക, ഭയം ഉപേക്ഷിക്കുക. ഇന്ന് തന്നെ ചെറിയ ആസ്തി വാങ്ങാനോ ഒരു സ്കിൽ പഠിക്കാനോ തുടങ്ങൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ധനിക ജീവിതത്തിനായി ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.